സോ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു വണ്ടി എങ്ങനെ അഫോർഡ് ചെയ്യാമെന്നാണ്. സോ ഞാനാദ്യം പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ വണ്ടിയുടെ സർവീസിൻ്റെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പറയാവുന്നതാണ്. ഞാൻ വണ്ടി ലോണിനാണ് എടുത്തത്. 3 വർഷത്തെ ലോണാണ്. എനിക്ക് മാസാമാസം 4665 രൂപയാണ് ഒരു മാസം അടയ്ക്കേണ്ടത്. സോ നിങ്ങൾ ലോണിനാണ് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഏത് കമ്പനിയിൽ നിന്നാണോ എന്തിൽ നിന്നാണോ ലോൺ എടുക്കുന്നത് അത് മാക്സിമം മാസത്തിൽ എത്രയാണ് എന്നൊക്കെ നോക്കി, ഫസ്റ്റ് പേയ്മെൻറ്റ് എത്ര അടയ്ക്കണം എന്നെല്ലാം നോക്കി നിങ്ങൾ ഹരിച്ചും ഗുണിച്ചും എല്ലാം നോക്കിയിട്ട് മാത്രം എടുക്കാൻ നോക്കുക. കാരണം നിങ്ങളുടെ ഈ ലോണ് അപ്രൂവ് ചെയ്ത് തരുന്ന ആൾക്കാർ പിന്നീട് വിളിച്ചൊരു കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും എന്ന് പറഞ്ഞ് നമ്മളെ ആദ്യം ഒഴിവാക്കാൻ നോക്കും. സോ അത് വേണ്ട, അത് മാക്സിമം നിങ്ങൾ അങ്ങനെ വേണ്ട. ആദ്യം എത്രയാവും എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ട് മാത്രം ലോൺ എടുക്കാൻ നോക്കുക. കാരണം എനിക്കിപ്പം കിട്ടിയ പണിയാണ്. അവരാദ്യം എൻ്റെ കയ്യിൽ നിന്ന് ഉള്ള എല്ലാ ഫയൽസും സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ട് പിന്നീട് ആളെ വിളിക്കുമെന്ന് പറഞ്ഞു. ആള് വിളിച്ചത് ഒരു 4 മാസം കണ്ട് കഴിഞ്ഞിട്ടാണ് ആള് വിളിച്ചിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാൻ നോക്കിയത്. സോ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. കാരണം ഞാൻ കോള് കട്ട് ചെയ്യാൻ, ഞാൻ എടുത്ത ലോൺ എന്ന് പറയുന്നത് ചോലമണ്ഡലത്തിൽ നിന്നാണ് ഞാൻ ഈ ലോൺ എടുത്തിരിക്കുന്നത്. സോ ചോലമണ്ഡലത്തിൽ നിന്ന് 1,25,000 സംതിങ് ആകാണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ലോൺ അപ്ലൈ ചെയ്തത്. നമുക്കൊക്കെ അപ്രൂവ് ആയി വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാം കണക്കും കൂട്ടി നോക്കി. ആദ്യം ഞാൻ ഈ വണ്ടിക്ക് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്ന ഒരു 13,000 രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നത്. 13,000 ഡൗൺ പേയ്മെൻറ്റ് അടച്ച് കഴിഞ്ഞ് പിന്നെ മാസം തോറും 4,665 രൂപയാണ് എനിക്ക് മാസം തോറും അടയ്ക്കേണ്ടത് 3 വർഷത്തേക്ക്. 3 വർഷം എന്ന് പറയുമ്പോൾ 36 മാസം. സോ നിങ്ങൾക്ക് കണക്കുകൂടി നോക്കാം. 4,665 ഇൻറ്റു 36. പിന്നെ ഈ ഇത്രയും കൂട്ടി വന്ന് പിന്നെ ഒരു 13,000 രൂപ ഞാൻ ഡൗൺ പേയ്മെൻറ്റും കൂടെ അടച്ചത് കൂട്ടുമ്പം എല്ലാം കൂടെ 1,80,000 സംതിങ് രൂപ വരും. ഇനി അത് കണക്ക് കൂട്ടിയിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഗെയിംസ് സ്റ്റേഡിയത്തിനടുത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. സോ നമുക്ക് ആദ്യമേ എൻ്റെ ഫോണെടുത്ത് ഞാൻ കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടി കാണിച്ചു തരാം. സോ 4,665 ഇൻറ്റു 36 മാസം എന്ന് വെച്ചാൽ 3 വർഷത്തേക്ക് നമ്മൾ അടയ്ക്കുമ്പോൾ 1,67,000 രൂപ നമ്മൾ ഈ 36 മാസത്തേക്ക് അടയ്ക്കും. പ്ലസ് 13,000 നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കും. 13,000 ഡൗൺ പേയ്മെൻറ്റ് അടച്ചപ്പോൾ 1,80,940 രൂപയാണ് നമ്മൾ ഈ ലോൺ എടുക്കുമ്പം ഈ വണ്ടിക്ക് അടയ്ക്കുന്നത്. സോ ഇൻ ടോട്ടൽ നമ്മൾ ലോണിന് മാത്രം എത്ര ഇൻട്രസ്റ്റ് അടയ്ക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടി കിട്ടിയിരിക്കുന്ന 1,35,000 1,35,000 നമ്മൾ ഈ ലോണിൻ്റെ എമൗണ്ടും കൂടെ കൂട്ടി കുറയ്ക്കുന്ന 45,940 രൂപ നമ്മൾ എക്സ്ട്രാ ഈ 3 വർഷം ലോൺ എടുക്കുന്നതിന് ഈ വണ്ടിക്ക് നമ്മൾ അടയ്ക്കുന്നുണ്ട്. സോ 45,000 രൂപ മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ഈ വണ്ടി എടുക്കുന്നതിന് 3 വർഷത്തേക്ക് ലോൺ എടുക്കുന്നതിന് എക്സ്ട്രാ അടയ്ക്കുന്നത്. ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പറയും. സോ 3 വർഷത്തേക്ക് 45,000 രൂപയാണ് ഞാൻ ഈ വണ്ടിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. സോ മാസാമാസം എനിക്ക് കൊടുക്കേണ്ട തുകയെന്ന് പറയുമ്പോൾ 4,665 പ്ലസ് 36 മാസം പിന്നെ ഒരു 13,000 ഡൗൺ പേയ്മെൻറ്റുകൾ അടയ്ക്കുമ്പോൾ 1,80,000 സംതിങ് രൂപയും അതിൽ നിന്ന് നമ്മൾ ഈ വണ്ടിയുടെ ഒറിജിനൽ പ്രൈസ് കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻട്രസ്റ്റ് എമൗണ്ട്. ആ എമൗണ്ട് നമ്മൾ 3 വർഷത്തേക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ അടയ്ക്കാൻ തീരുമാനിച്ചു. സോ നമുക്ക് വേറൊരു ഫുൾ എമൗണ്ട് കൊടുത്ത് എടുക്കാൻ പൈസ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 1 വർഷം കഴിഞ്ഞു കേട്ടോ. 12 ലോൺ അടവ് അടച്ചിട്ടുണ്ട്. ഇനി അടുത്ത 24 മാസം കൂടെ അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി പൂർണ്ണമായിട്ടും എനിക്ക് സ്വന്തമാവും. സോ അത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഈ എൻ്റെ ലോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ആദ്യം അവർ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഞാൻ ഉള്ള പേപ്പറിലെല്ലാം സൈൻ ചെയ്തു. ആദ്യം എന്നോട് പറഞ്ഞ എത്ര 12% സംതിങ് എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തോ ഡിപ്രിഷിയേഷൻ എമൗണ്ട് അങ്ങനെയൊക്കെ കൊണ്ട്
24% അങ്ങോട്ട് ആവുമെന്ന് പറഞ്ഞ്. ഞാൻ കണക്ക് കൂട്ടിയപ്പം ആദ്യം എനിക്ക് കുറഞ്ഞ എമൗണ്ടാണ് വന്നത്, അതുകൊണ്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തത്. പിന്നീടാണ് ഇത്രയും എമൗണ്ട് വന്ന് ഞാൻ ഇതെന്ത് ഇത്രയും എമൗണ്ട് ആയി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയണേ 12 അല്ല 24% ഡിപ്രിസിയേഷൻ എമൗണ്ട് എന്നും പറഞ്ഞ് എന്തൊക്കെയാണ് പറയുന്നു. സോ നിങ്ങൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ മാക്സിമം നിങ്ങളെ ആൾക്കാർ പറ്റിക്കാൻ നോക്കും. സോ മാക്സിമം ഹരിച്ചും കുടിച്ചും മാത്രം നിങ്ങൾക്ക് എടുക്കാൻ തൃപ്തി ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ലോൺ തരുന്ന ഒരു കമ്പനിയിലേക്ക് പോകുന്നതാണ് നല്ലത്. എനിക്ക് വഴിയൊന്ന് ചെറുതായിട്ട് മാറി, കാരണം യൂട്ടേൺ അടിച്ച് ഇവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. സോ നിങ്ങൾ മാക്സിമം ഒരു ലോൺ എടുക്കാൻ പോകുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഹരിച്ചും ഗുണിച്ചും നിങ്ങൾക്ക് തൃപ്തിയായിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ മാത്രം എടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങളെ ലോൺ തരുന്ന ഈ കമ്പനി നിങ്ങളെ പറ്റിക്കാൻ നോക്കും. സോ അതുകൊണ്ട് മാക്സിമം ഞാൻ പറഞ്ഞ കണക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോ സ്കാമിൽ ചെന്ന് ചാടേണ്ട ആവശ്യമില്ല. കാരണം ലോൺ മൊത്തത്തിൽ നിങ്ങൾ തന്നെയാണ് അടയ്ക്കാനുള്ളത്. പിന്നെ അടച്ച് കഴിഞ്ഞിട്ടും നമുക്ക് കുറേ പേപ്പർ വർക്ക്സും കാര്യങ്ങളും ഉണ്ട് ബാങ്കിൻ്റെ അത്. സോ മാക്സിമം നിങ്ങൾ ബുദ്ധിപൂർവ്വം ചെയ്യുന്നതാണ് നല്ലത്. എന്നെപ്പോലെയും മണ്ടത്തരം ചെയ്യാതിരിക്കാൻ നോക്കുക. ഓ വഴിയടയി നേരെ എനിക്ക് ചെറുതായിട്ട് ഒരു ഓർമ്മക്കുറവ്. ഇങ്ങോട്ടാണോ മാപ്പ് എടുത്ത് വെച്ച് നോക്കിയിട്ട് പോവായിരുന്നു. നമുക്ക് മാപ്പ് എടുത്ത് നോക്കിയിട്ട് പോവാം. നല്ല വീട്, നല്ല സെറ്റ് സ്ഥലം. ഇപ്പുറത്തെ വഴി കൂടെയാണ് കേട്ടോ. ഇപ്പുറത്തെ വഴി കൂടെയാണ്. അത് ഡെഡ് എൻഡാണ്. സോ നമുക്ക് ഇത് വഴി കൂടെയാണ് പോകേണ്ടത്. ഓക്കെ. സോ നിങ്ങൾക്ക് കയ്യിൽ ഫുൾ എമൗണ്ട് ആദ്യം വണ്ടിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തെടുത്തോളൂ. 2 ലക്ഷത്തിന് താഴെയാണ് വണ്ടി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കൊടുത്തെടുക്കാം. 2 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ലോൺ എടുക്കണമെന്ന് ചോദിച്ചാൽ അത് കണക്ക് കൂട്ടി തൃപ്തിയായ ആ പണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ആ പൈസ ബാങ്കിലിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് എടുത്ത് വെച്ചിട്ട് ലോൺ എമൗണ്ട് അടയ്ക്കുക. പിന്നെ ലോൺ എമൗണ്ട് എടുത്തിട്ട് അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അടയ്ക്കുക. കാരണം എനിക്കിപ്പം മാസം 4665 രൂപയാണ് അടയ്ക്കാനുള്ളത്. എനിക്കെന്നും 10-ാം തീയതിയാണ് അടയ്ക്കാനുള്ളത്. ഇന്നിപ്പം എത്രാം തീയതിയായി? ഇന്ന് 12-ാം കണ്ടായല്ല. ഞാൻ എൻ്റെ ഓൾറെഡി ഈ മാസത്തെ അടച്ച് കഴിഞ്ഞു. ഇനി അടുത്ത മാസത്തത് അടുത്ത മാസത്തെ ഇനി അടുത്ത 10-ാം തീയതിയാണ്. ഇത് സെപ്റ്റംബർ അല്ല, ഇനി അടുത്ത ഒക്ടോബർ 10-ാം തീയതിയാണ് നമുക്ക് അടുത്ത ലോൺ എമൗണ്ട് അടയ്ക്കാനുള്ളത്. സോ അതിനുള്ള സമയം ആയിട്ടില്ല. ഇനി ആവശ്യത്തിന് സമയമുണ്ട്. അടയ്ക്കാനുള്ള എമൗണ്ട് നമുക്ക് ഒപ്പിക്കാനും ഈസി ആയിട്ട് പറ്റും. അടയ്ക്കാനുള്ള എമൗണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒപ്പിക്കാൻ പറ്റും എന്നുള്ള ഇതുള്ളത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് പോവാം. സോ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാത്തൊരു ഏത് വഴിയടേ ഇതുവഴി കയറേണ്ടി വരും. ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്നൊരു ഡൗട്ട്. ഇങ്ങോട്ട് ഞാൻ ഇതുവഴി കയറിയിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് ചെറിയൊരു ഡൗട്ട്. ഇത് ഏത് റോഡാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല. വെയിറ്റ് എ മിനിറ്റ്. ഓർമ്മ വന്നല്ലോ, ഇത് ആ റോഡാണല്ലേ. എന്തൊരു ഡയമണ്ട് റോഡ് അങ്ങനെ എന്തോ കണ്ടാണ് ഈ റോഡിൻ്റെ ഒരു പേര്. ഞാൻ കറക്റ്റ് ഓർമ്മയില്ല. അതിൽ ഇതുവഴി ഇനി പോകാൻ അറിയാം. സോ നമ്മൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് എടുക്കാം. അല്ലാതെ ലോണിനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മാസം തോറും നമുക്ക് 3 മുതൽ 5 വർഷമാണ് നമുക്ക് ലോണിൻ്റെ ഒരു ടെന്യൂർ കിട്ടുന്നത്. അടയ്ക്കേണ്ട മാസമെന്ന് പറയുന്നത് 36 മാസമാണെങ്കിൽ 3 വർഷം, 48 മാസമാണെങ്കിൽ 4 വർഷം, അതേപോലെ എത്ര
48 മാസമാകുമ്പോൾ എത്ര 48 മാസമല്ലേ 4 വർഷം. എന്തായാലും 48 മാസം 4 വർഷവും 60 മാസം 5 വർഷവുമാണ്. സോ നമുക്ക് മാക്സിമം കിട്ടുന്ന ഇയർ എന്ന് പറയുമ്പോൾ 5 വർഷത്തേക്കാണ്. ഒരു ബൈക്കിൻ്റെയൊക്കെ ലോണിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാറിൻ്റെ ഒന്നും അറിയത്തില്ല. എന്തായാലും ബൈക്കിൻ്റെ എടുക്കുമ്പോൾ നമുക്ക് 5 വർഷം വരെ മാക്സിമം കിട്ടുമെന്നാണ് ഞാൻ കേട്ടറിവ്. സോ നിങ്ങൾക്ക് ഈ 5 വർഷം മാക്സിമം എടുക്കണമെങ്കിൽ ഇപ്പോൾ എനിക്ക് 3 വർഷത്തെ എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. 3 വർഷത്തേക്ക് എനിക്ക് 45,000 രൂപ ഞാൻ ഇൻട്രസ്റ്റോടെ അടയ്ക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് 4-5 വർഷമൊക്കെ എടുക്കുമ്പം അതിന് ഇൻട്രസ്റ്റ് എമൗണ്ട് കുറച്ച് കൂടാം. സോ അതനുസരിച്ചൊക്കെ എടുക്കുക. മാക്സിമം കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ എങ്ങനെയാണ് ഇല്ലെങ്കിൽ അറിയാവുന്ന ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവുക. കാരണം ഈ ലോൺ എടുക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചതിയിൽപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി ഞാനും എൻ്റെ ഒരു അനുഭവം പറഞ്ഞു. ബട്ട് ഞാൻ കാൽക്കുലേഷൻ ചെയ്ത് എനിക്കത് കറക്റ്റ് ആവത്തോണ്ട് ചോദിച്ചപ്പോഴാണ് ഇവരിങ്ങനെ ഈ കള്ളത്തരം പൊളിക്കുന്നത്. കാരണം ആദ്യം ഈ ലോൺ എടുക്കാൻ വരുന്ന ആൾക്കാർ അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് ലോൺ എടുപ്പിക്കുക. എന്ത് കള്ളത്തരം പറഞ്ഞിട്ടാണെങ്കിലും അവർക്കറിയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവർക്കറിയേണ്ട ഒരു കാര്യമില്ല. സോ അവരുടെ ഒരു അവർക്ക് ലോൺ എടുത്ത് വിടുക, അതാണ് അവരുടെ ഒരു ജോലി. സോ നിങ്ങൾ ലോൺ എടുത്താൽ അവർക്കാണ് അത് ഉപകാരമല്ല, അവരുടെ ഒരു ടാർഗറ്റ് അങ്ങനെ ആണ്. കാരണം കസ്റ്റമേഴ്സിനെ കൊണ്ട് ലോൺ എടുപ്പിക്കുക, അത് എന്ത് പറഞ്ഞിട്ടാണെങ്കിലും. സോ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അത് അവർക്ക് അറിയേണ്ട കാര്യമില്ല. സോ മാക്സിമം ഹരിച്ചും കുടിച്ചും പറ്റാവുന്ന എമൗണ്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ആ ലോണ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വണ്ടി പോയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കരച്ചിൽ കാണേണ്ട കാര്യമില്ല. ഞാൻ ഇതേപോലെ കുറേ പേരുടെ സിറ്റുവേഷൻസ് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ചിലവർ മരിക്കുക വരെ ചെയ്തിട്ടുണ്ട്. സൂയിസൈഡാണ് ഏറ്റവും ആൾക്കാർ ചെയ്യുന്നത്. സോ ലോൺ എടുക്കുമ്പം നല്ല ആലോചിച്ചൊക്കെ എടുക്കുക. മാക്സിമം പറ്റാവുന്ന എമൗണ്ട് ആണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എടുക്കാൻ പോകരുത്. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ബാങ്കിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അത് മൊത്തത്തിലായിട്ട് പോയി. അത് കുറച്ച് ആൾക്കാർ എന്നെ പറ്റിച്ചു. ലോൺ അടയ്ക്കാൻ ഇത്ര എമൗണ്ട് ബാങ്കിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്യുനറ്റ്ലി കുറച്ച് വീട്ടിലെ ആൾക്കാർ എന്നെ ചതിച്ചു. സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക. കാരണം ലോണൊക്കെ റീപേ ചെയ്ത് വരാൻ കുറച്ച് പാടാണ്. സോ അങ്ങനെയാണ് നമുക്ക് വണ്ടി അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. 2 ലക്ഷത്തിനോ 3 ലക്ഷത്തിനോ നിങ്ങൾ 3 ലക്ഷത്തിൽ കൂടുതൽ വണ്ടിക്ക് വില വരുന്നെങ്കിൽ ലോൺ എടുക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നിങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് വരാൻ പറ്റിയെന്ന്. സോ 3 ലക്ഷത്തിൽ കൂടുതൽ വരുന്നെങ്കിൽ വണ്ടി ലോൺ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അടയ്ക്കാൻ ബുദ്ധിമുട്ടും, വീടും പറമ്പൊക്കെ ഉണ്ടെങ്കിൽ വിറ്റ് മുടിയും. സോ നിങ്ങൾക്ക് അത്രയാണ് മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ കൈയിടുക. അത്രയ്ക്ക് തന്നെയാണ്. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.